الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون വിശ്വാസികളെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിന് എല്ലാ മേഖലയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്ന ഭാഗ്യവാന്മാരിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ലക്ഷക്കണക്കായ മനുഷ്യന്മാർക്ക് ഓരോ ദിവസവും റബ്ബ് സുബ്ഹാനഹു വ തആല നരകമോക്ഷണം തീരുമാനിക്കുമ്പോൾ ദുർബലരായ സാധുക്കളായ നമ്മയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സൂറത്തുൽ ബഖറയിലെ 186-ാമത്തെ വചനമാണ് ഓതിവെച്ചത്. സൂറത്തുൽ ബഖറയിൽ 183 മുതലുള്ള ആയത്തുകൾ നോമ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പരാമർശിക്കുന്നത്. 183-ഉം 84-ഉം 85-ഉം 87-ഉം ഈ 4 ആയത്തുകൾ നോമ്പിന്റെ വ്യത്യസ്തങ്ങളായ വിധിവിലക്കുകളെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല വിവരിക്കുന്നത്. അതിനിടയിൽ 186-ാമത്തെ വചനമാണ് ഇത്. ഇതിലെ വിഷയം നോമ്പല്ല, നോമ്പടക്കമുള്ള എല്ലാ ഇബാദത്തുകളും സ്വീകരിക്കപ്പെടാനുള്ള അടിസ്ഥാനമായ തൗഹീദാണ്, വിശ്വാസകാര്യമാണ്. ഈ 4 ആയത്തുകൾക്കിടയിലുള്ള ഈ ആയത്ത് അല്ലാഹു തആല പരാമർശിച്ചു. നിസ്കാരം ശരിയാകണമെങ്കിൽ വുളൂ നിർബന്ധമാണ് എന്നതുപോലെ ഏത് ഇബാദത്തും ശരിയാകണമെങ്കിൽ, സ്വീകരിക്കപ്പെടണമെങ്കിൽ വിശ്വാസം അതിന്റെ അനിവാര്യമാണ്. ഒരാൾ ദീർഘമായി നിസ്കരിച്ചു, ധാരാളമായി ഖുർആൻ ഓതി, സുജൂദും റുകൂഉം എല്ലാം ധാരാളമായി ദീർഘിപ്പിച്ചു,
വളരെ ഭക്തി പൂർണ്ണമായി നിസ്കരിച്ചു, പക്ഷേ അയാൾക്ക് വുളൂ ഇല്ല എന്നാണെങ്കിൽ ആ ചെയ്തതെല്ലാം വൃഥാവിലാണ്, അതൊന്നും സ്വീകരിക്കപ്പെടുകയില്ല. എന്നതുപോലെയാണ് ഇസ്ലാമിൽ വിശ്വാസത്തിന്റെ സ്ഥാനം. ധാരാളം നന്മകൾ ചെയ്തു, ഒരുപാട് പുണ്യപ്രവൃത്തികൾ ചെയ്തു, പക്ഷേ വിശ്വാസം അല്ലാഹു റസൂലും പഠിപ്പിച്ചതല്ല എങ്കിൽ ഈ കർമ്മങ്ങളൊന്നും കർമ്മങ്ങളായി സ്വീകരിക്കപ്പെടുകയില്ല, സ്വർഗത്തിലേക്ക് ഇത് പര്യാപ്തമാവുകയുമില്ല. വുളൂ ഇല്ലാത്തവന്റെ നിസ്കാരമാകാത്തതുപോലെ ഏത് ഇബാദത്തും ഇബാദത്തായി മാറണമെങ്കിൽ അതിനാവശ്യമായ അടിസ്ഥാനമാണ് വിശ്വാസമെന്നത്. ആകാശഭൂമികൾ സ്വീകരിച്ച ആദർശമാണ് തൗഹീദ് എന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യരെ സൃഷ്ടിച്ചത് തന്നെ തൗഹീദിന് വേണ്ടിയാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ് ഇല്ലാ ലിയഅ്ബുദൂൻ. വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പരിചയപ്പെടുത്തി, മനുഷ്യരെയും ജിന്നുകളെയും നാം സൃഷ്ടിച്ചത് എന്നെ ആരാധിക്കുവാൻ വേണ്ടി മാത്രമാണ് എന്നാണ്. എന്തിനാ മനുഷ്യരെ പഠിച്ചത്? ഇവിടെ വീടുണ്ടാക്കി താമസിക്കാനല്ല, കച്ചവടങ്ങൾ ചെയ്യാനല്ല, ഇവ തലമുറകളായി മാറി മാറി ഈ ഭൂമിക്ക് അവകാശം ഉണ്ടാകണമെന്നുകൊണ്ടല്ല. അതൊക്കെ അനുബന്ധമായി നിശ്ചയിക്കപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. അടിസ്ഥാനപരമായി റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യരെ സൃഷ്ടിച്ചത്, ജിന്നുകളെയും സൃഷ്ടിച്ചത് ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ മാത്രം ആരാധിക്കുവാൻ വേണ്ടി അല്ലാതെ മനുഷ്യരെയും ജിന്നുകളെയും നാം സൃഷ്ടിച്ചിട്ടില്ല എന്ന് സൂറത്തുൽ നാരിയാത്തിലെ 56-ാമത്തെ ആയത്ത് അല്ലാഹു തആല പരിചയപ്പെട്ടു. മനുഷ്യൻ എന്ന സൃഷ്ടിയെ പടച്ചത് തന്നെ റബ്ബിനെ മാത്രം ആരാധിക്കുന്ന, അവന്റെ തൗഹീദ് അംഗീകരിക്കുന്നവരായി ജീവിക്കുവാൻ വേണ്ടി മാത്രമാണ് എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. ലോകത്ത് വന്ന മുഴുവൻ റസൂലുമാരെയും അല്ലാഹു തആല നിയോഗിച്ചത് ഈ ആശയം പഠിപ്പിക്കാനാണ്. ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതലുള്ള എല്ലാ അമ്പിയാക്കളും, നൂഹ് നബി സ്വല്ലല്ലാഹു മുതലുള്ള എല്ലാ റസൂലുമാരും അവരെല്ലാം നിയോഗിക്കപ്പെട്ടത് ഈ അടിസ്ഥാനം മനുഷ്യന്മാരെ ഓർമ്മപ്പെടുത്താനാണ്. അല്ലാഹു തആല പറഞ്ഞു, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലാ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത്. സൂറത്തുൽ നഹ്ലിലെ 36-ാമത്തെ വചനമാണ്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലാ, എല്ലാ ഉമ്മത്തിനും നാം റസൂലുമാരെ അയച്ചിട്ടുണ്ട്. എന്തിനയച്ചത്? അൻ ഇഅ്ബുദുല്ലാഹ, നിങ്ങൾ പടച്ച റബ്ബിനെ മാത്രം ആരാധിക്കണം എന്ന് പഠിപ്പിക്കുവാൻ. വജ്തനിബുത് ത്വാഗൂത്ത്, പടച്ച റബ്ബിനെ പുറമെ ആരാധിക്കപ്പെടുന്ന മുഴുവൻ ആരാധ്യരെയും മുഴുവൻ ദുർമൂർത്തികളെയും വെടിയണമെന്ന് കൂടി പഠിപ്പിക്കാനാണ് എല്ലാ റസൂലുമാരെയും നാം അയച്ചത് എന്ന് അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. അതിനുവേണ്ടി അല്ലാതെ ഒരു റസൂൽ നിയോഗിക്കപ്പെട്ടിട്ടില്ല. എല്ലാ റസൂലുമാരും നിയോഗിക്കപ്പെട്ടത് ഈ ആശയം പറയാനാണ്, അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന ആശയം പഠിപ്പിക്കാൻ. മറ്റായത്തിൽ അല്ലാഹു തആല പറഞ്ഞു, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. സൂറത്തുൽ അംബിയായിലെ 25-ാമത്തെ വചനമാണ്. താങ്കൾക്ക് മുമ്പ് നാം അയച്ച എല്ലാ റസൂലുമാരും ആ റസൂലുമാർക്കെല്ലാം നാം നൽകിയ വഹ്യാണ് അന്നഹു ലാ ഇലാഹ ഇല്ലാ അന, തീർച്ചയായും ഞാനല്ലാതെ ഇലാഹില്ല, അതിനാൽ ഫഅ്ബുദൂൻ, എന്നെ മാത്രം ആരാധിക്കണേ എന്ന വഹ്യ് നൽകാതെ നബിയെ താങ്കൾക്ക് മുമ്പ് ഒരു റസൂലിനെയും നാം അയച്ചിട്ടില്ല എന്ന് സൂറത്തുൽ അംബിയായിലെ 25-ാമത്തെ ആയത്തിലും അല്ലാഹു തആല പഠിപ്പിച്ചു. മാത്രവുമല്ല, വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിനാ അജഅൽനാ മിൻ ദൂനി റഹ്മാനി ആലിഹതൻ യുഅ്ബദൂൻ. നബിയെ, മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കളോട് ചോദിച്ചു നോക്കൂ, അവരുടെ സമുദായത്തോട് ചോദിച്ചു നോക്കൂ, അവരോട് ആരോടെങ്കിലും റബ്ബല്ലാത്തവരെ ആരാധിക്കുവാൻ നാം നിശ്ചയിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കൂ നബിയെ എന്ന് മിഅ്റാജ് യാത്രയിൽ റബ്ബിറക്കിയ വചനമാണ്. മിഅ്റാജ് യാത്രയിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാ അമ്പിയാക്കളെയും ഒരുമിച്ച് കൂട്ടപ്പെട്ടു. അവർക്ക് ഇമാമായി നബി തങ്ങൾ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നുകൊണ്ട് പറഞ്ഞു, വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിനാ എന്ന ഈ ആയത്ത്. ഇതാ നബിയെ, താങ്കൾക്ക് മുമ്പ് അയക്കപ്പെട്ട റസൂലുമാരെല്ലാവരും ഉണ്ട് ഇവിടെ. ചോദിക്കൂ അവരോട് ആരോടെങ്കിലും അല്ലാഹു തആല കൽപ്പിച്ചിരുന്നു റബ്ബല്ലാത്തവരെ ആരാധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കുക. നബി തങ്ങൾ പറഞ്ഞു, അസ്അലു ലിഅന്നി ലസ്തു ബിശാക്കിൻ, ഞാൻ ചോദിക്കുന്നില്ല, കാരണം എനിക്കക്കാര്യത്തിൽ സംശയമില്ല. ലോകത്ത് വന്ന എല്ലാ അമ്പിയാക്കളും റബ്ബിനെ മാത്രം ആരാധിക്കാനാണ് പഠിപ്പിച്ചത് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല, അത് ചോദിക്കേണ്ട കാര്യമില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിക്കുന്നു. കാരണം തൗഹീദിന്റെ വിഷയത്തിൽ അത്രയും ബോധ്യമുള്ള ഒന്നാമത്തവർ
അള്ളാഹുവിന്റെ റസൂലാണല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറയുന്ന ധാരാളമായ ഹദീസുകളും ഈ ആശയം കാണാം. അഫ്ദലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക. നബി തങ്ങൾ പറഞ്ഞു, ഞാനും എന്റെ മുമ്പ് കഴിഞ്ഞുപോയ മുഴുവൻ അമ്പിയാക്കളും പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും അഫ്ദലായത്, ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ലെന്നും അവൻ ഏകനാണ് എന്നും അവന് പങ്കുകാരില്ല എന്നുമുള്ള ആ ഒരു അധ്യാപനമാണ് ഞാനും എന്റെ മുമ്പ് വന്ന എല്ലാ പ്രവാചകന്മാരും പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അടിസ്ഥാനമിതാണ്. മനുഷ്യരെ റബ്ബ് പഠിച്ചത് തൗഹീദിന് വേണ്ടിയാണ്. റസൂലുമാരെ മുഴുവൻ നിയോഗിച്ചത് തൗഹീദിന് വേണ്ടിയാണ്. ലോകത്തെവിടെയെല്ലാം റബ്ബിന്റെ അദാബ് ഇറങ്ങിയോ, നൂഹ് നബിയുടെ സമുദായത്തിൽ, ലൂത്ത് നബിയുടെ സമുദായത്തിൽ, ശുഐബ് നബിയുടെ സമുദായത്തിൽ, ആദ് സമൂഹങ്ങൾക്ക്, സമൂദ് ഗോത്രങ്ങൾക്ക് എല്ലാം പടച്ച റബ്ബിന്റെ അദാബ് ഇറങ്ങിയിട്ടുണ്ട്. ആ അദാബുകൾ മുഴുവനും പടച്ച റബ്ബിനെ മാത്രം ആരാധിക്കുക എന്ന തൗഹീദ് സ്വീകരിക്കാതെ പോയതിന്റെ പേരിൽ മാത്രമാണ്. അല്ലാത്തൊരു കാര്യത്തിന് ഒരു നാടല്ലാഹു തആല നശിപ്പിച്ചിട്ടില്ല. നാടെല്ലാം നശിപ്പിച്ചത് ശിർക്കിന്റെ പേരിലാണ്. പടച്ച റബ്ബിനെ മാത്രം ആരാധിക്കുക എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാനം അത് സ്വീകരിക്കാതെ പോയപ്പോൾ, അത് തള്ളിക്കളഞ്ഞപ്പോൾ അതിനെതിരായ ശിർക്ക് നാട്ടിൽ കൊടികുത്തി വാണപ്പോഴാണ് ഏത് നാടുകൾക്കും പടച്ച റബ്ബിന്റെ ശിക്ഷ വന്നിട്ടുള്ളത്. മാത്രമല്ല, പ്രബോധന മേഖലയിൽ നബി തങ്ങൾ പറഞ്ഞു, ഒന്നാമത്തെ ദഅവത്ത് തൗഹീദിന്റെ വിഷയമാണ്. നബി തങ്ങൾ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പ്രബോധനത്തിനായി പറഞ്ഞേക്കുന്നത് പോകുമ്പോൾ ചില ഉപദേശങ്ങൾ നബി തങ്ങൾ നൽകി. ആ കൂട്ടത്തിൽ നബി തങ്ങൾ പറഞ്ഞു, ഇന്നക തഖദുമു അലാ ഖൗമിൻ മിൻ അഹ്ലിൽ കിതാബ്. മുആദ്, നീ ചെല്ലുന്നത് യമനിലേക്കാണ്. അവിടെ അഹ്ലു കിതാബാണ്, വേദക്കാരാണ്, തൗറാത്തിന്റെയും ഇൻജീലിന്റെയും ആളുകളായ യഹൂദി നസ്വാറാക്കളാണ് അവിടെയുള്ള മുഖ്യ പ്രബോധിതരായ ആളുകൾ. ഫൽയകുൻ അവ്വല മാ തദ്ഊഹും ഇലൈഹി ഇലാ അൻ യുവഹ്ഹിദുല്ലാഹ്. നീ അവിടെ ചെന്ന് ആദ്യമായി അവരെ പ്രബോധനം ചെയ്യേണ്ടത് ഇലാ അൻ യുവഹ്ഹിദുല്ലാഹ്, പടച്ച റബ്ബിന്റെ ഏകത്വത്തിലേക്കാണ്. റബ്ബിനെ മാത്രം ആരാധിക്കണമെന്ന, അവരെ മാത്രം വണങ്ങണമെന്ന ആ ഏകത്വത്തിലേക്കാണ് നീ ആദ്യമായി അവരെ ക്ഷണിക്കേണ്ടത്. അതവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ അതവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ നീ അവരോട് പറയുക, എല്ലാ ദിവസവും 5 നേരത്തെ നിസ്കാരം ഫർളാണ് എന്ന്. അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ സക്കാത്ത് പറയുക, നോമ്പ് പറയുക, ഹജ്ജ് പറയുക എന്ന് മുൻഗണനാക്രമം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് ബിൻ ജബലിന് നിർദ്ദേശമായി നൽകുന്നു. ഒന്നാമത്തെ പ്രബോധനം തൗഹീദിന്റെ വിഷയമാണ്. തെറ്റുകളുടെ കാര്യത്തിലെല്ലാം, നിസ്കരിക്കാനെല്ലാം, നോമ്പെടുക്കാനെല്ലാം ആദ്യമായി മനുഷ്യന് ബോധ്യപ്പെടുത്തേണ്ടത് പടച്ച റബ്ബ് മാത്രമാണ് ഇലാഹ്, അവൻ മാത്രമാണ് ആരാധ്യൻ എന്ന അടിസ്ഥാന കാര്യമാണ്. മാത്രമല്ല, നാലാമതായി ഏത് ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടണമെങ്കിലും തൗഹീദ് അടിസ്ഥാനമാണ്, അല്ലെങ്കിൽ സ്വീകാര്യമല്ല. വമൻ അറാദൽ ആഖിറ വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറ. ഇസ്രായേൽ അല്ലാഹു തആല പറഞ്ഞു, പരലോകം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ, ആ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ വഹുവ മുഅ്മിനുൻ, അവന്റെ വിശ്വാസം ശരിയാവണം, ഈമാൻ ശരിയാകണം, അല്ലെങ്കിൽ അവന്റെ കർമ്മങ്ങൾക്ക് സ്വീകാര്യത ഇല്ല എന്ന്. സൂറത്തുൽ സുമറിൽ അല്ലാഹു തആല പറഞ്ഞു, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അസ്തക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നബിയെ, താങ്കളാണെങ്കിൽ പോലും, നബിയാണെങ്കിൽ പോലും ശിർക്ക് സംഭവിച്ചാൽ എല്ലാ അമലും അതോടുകൂടി പൊളിഞ്ഞ് ബാത്തിലായി പോകുമെന്നാണ്. നബി തങ്ങൾ ശിർക്ക് ചെയ്യില്ല, ചെയ്തിട്ടില്ല. തെറ്റുകൾ ചെയ്യില്ല, ചെയ്തിട്ടില്ല, മഅ്സൂമാണ്, പാപസുരക്ഷിതരാണ്. എന്നിട്ട് പോലും ആ നബിയെ അഡ്രസ് ചെയ്തുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞത്, നബിയെ, നിങ്ങൾ ശിർക്ക് ചെയ്താലും എല്ലാ അമലും ബാത്തിലാകുമെന്നാണ്. ഉമ്മത്തിലുള്ള താക്കീതാണ് എന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ അതേക്കുറിച്ച് പറയുന്നത്. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. വമാ ഉമിറു, അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല, ഇല്ലാ ലിയഅബ്ദുല്ലാഹ, പടച്ച റബ്ബിനെ മാത്രം ആരാധിക്കാനല്ലാതെ, മുഖ്ലിസീന ലഹുദ്ദീൻ, നിഷ്കളങ്കമായി പടച്ച റബ്ബിനെ മാത്രമായി കീഴ്വണക്കവന് മാത്രമാക്കിക്കൊണ്ട് ഇബാദത്ത് ചെയ്യാനാണ് അല്ലാഹു തആല കൽപ്പിച്ചത് എന്നർത്ഥം. അല്ലാതെ അല്ലാഹുക്കും ഇബാദത്ത്, അല്ലാത്തവനും ഇബാദത്ത് അത് ഇബാദത്തായി പരിഗണിക്കപ്പെടുകയില്ല. റബ്ബിനെയും ആരാധിക്കുന്നു, അല്ലാത്തതിനെയും ആരാധിക്കുന്നുവെങ്കിൽ അത് ആരാധനയല്ല, അത് ഇബാദത്തായി പരിഗണിക്കപ്പെടുകയില്ല. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുകയില്ല, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുകയില്ല എന്ന് പറയാൻ കാരണം അതാണ്. അവിടെ ആരാധനകളെ അല്ലാഹു തആല ആരാധനയായി അംഗീകരിക്കുന്നില്ല.
പടച്ചറബിനെ ഈമാൻ ആദിച്ചു, ലാത്തയോടും പ്രാർത്ഥിച്ചു, ഉസ്സയോടും പ്രാർത്ഥിച്ചു, മനാത്തയോടും പ്രാർത്ഥിച്ച മക്കയിലെ മുശ്രിക്കുകൾ അവർ ചില ഇബാദത്തിനെ അല്ലാഹു തആല അംഗീകരിച്ചില്ല. അത് ഇബാദത്തല്ല, അത് യാതൊരു പരിഗണനയുമില്ല എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പ്രത്യേകമായി എടുത്തു പറഞ്ഞത്. അവ എല്ലാ അമ്പിയാക്കളും പഠിപ്പിച്ച അടിസ്ഥാന ആശയം ഇതാണ്. മുഴുവൻ കർമ്മങ്ങളും സ്വീകരിക്കപ്പെടാനുള്ള അടിസ്ഥാന മാനദണ്ഡവും തൗഹീദിന്റെ കാര്യമാണ്. മാത്രമല്ല വിശുദ്ധ ഖുർആന്റെ മുഴുവൻ അധ്യാപനങ്ങളും തൗഹീദുമായി ബന്ധപ്പെട്ട് മാത്രമാണ്. ഖുർആനിലെ 6 ആയത്തുകൾ ആ ഏതായത്തെടുത്താലും അത് മുഴുവനും ഒരു നിലയ്ക്ക് മറ്റൊരു നിലയ്ക്ക് തൗഹീദുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ മുഴുവൻ ആയത്തുകളെയും അവതരിപ്പിച്ചിരിക്കുന്നത്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പഠിപ്പിക്കുന്നുണ്ട്, അൽ ഖുർആൻ ഇന്ന കുല്ലായത്തിൻ ഫിൽ ഖുർആനി ഫഹിയ മുതളമ്മിയത്തുൻ ലിത്തൗഹീദി ഷാഹിദത്തുൻ ബിഹി. വിശുദ്ധ ഖുർആനിലെ മുഴുവൻ ആയത്തുകളെയും തൗഹീദിനെ ഉൾക്കൊള്ളുന്നതും തൗഹീദിനെ സാക്ഷ്യം വഹിക്കുന്നതുമായ ആയത്തുകളെ വിശുദ്ധ ഖുർആനിൽ ഉള്ളൂ എന്നാണ്. കാരണം അദ്ദേഹം പറഞ്ഞു, ഒന്നുകിൽ വിശുദ്ധ ഖുർആനിലെ ആയത്ത് മൊത്തം എടുത്താൽ നമുക്ക് 4 or 5 കാറ്റഗറിയായി തിരിക്കാൻ പറ്റും. ഒന്നുകിൽ ഖുർആനിൽ ഉണ്ടാവുക പടച്ചറബിനെ കുറിച്ച് പറയുന്ന ആയത്തുകളാണ്, അള്ളാഹുവിനെ കുറിച്ച്, അവന്റെ നാമങ്ങളെ കുറിച്ച്, അവന്റെ വിശേഷണങ്ങളെ കുറിച്ച്, അവന്റെ പ്രവൃത്തിയെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് ഒന്നിലുണ്ടാവുക. അത് അവിടെ നിൽക്കുന്ന തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുമല്ലെങ്കിൽ റബ്ബിനെ മാത്രം ആരാധിക്കണം, അവന് പങ്കു ചേർക്കാൻ പാടില്ല എന്ന് പറയുന്ന ആയത്തുകളാണ് മറ്റൊരു ഭാഗം പൂർണ്ണമായും ഉണ്ടാവുക. അതാവട്ടെ ആ തൗഹീദിന്റെ അടിസ്ഥാന വശമാണ് ഇബാദത്ത് റബ്ബിന് മാത്രം എന്നത് തൗഹീദിന്റെ അടിസ്ഥാനമാണ്. അതാണ് തൗഹീദുൽ ഇറാദി അത്വലബി. ഇനി അതുമല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൽ ഉണ്ടാവുക കൽപ്പനാ വിരോധങ്ങളായിരിക്കും. ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യാൻ പാടില്ല തുടങ്ങിയ കുറെ കൽപ്പനകൾ, നിർദ്ദേശങ്ങൾ, വിരോധങ്ങൾ ഇതാണ് വിശുദ്ധ ഖുർആനിൽ കാണുക. അതാവട്ടെ ഫഹിയ ഹുഖൂഖുത് തൗഹീദി വ മുകമ്മിലാത്ത്. തൗഹീദിന്റെ ഹക്കുകളാണ്, അതിന്റെ പൂർത്തീകരണമാണ്. തൗഹീദ് ഉണ്ടെങ്കിൽ പിന്നെ അവൻ പൂർത്തിയാക്കേണ്ട ബാധ്യതകളാണ് ഇത് എന്നർത്ഥം. ഇനി അതുമല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൽ ഉണ്ടാവുക ഒന്നുകിൽ വഇമ്മാ ഖബറുൻ അൻ കറാമത്തില്ലാഹി യഹ്ലി തൗഹീദിഹി വതഅതിഹി വമാ ഫഅല ബിഹിം ഫിദ് ദുനിയ വമാ യുക്രിമുഹും ബിഹി ഫിൽ ആഖിറ. വിശ്വാസികൾക്ക് റബ്ബ് നൽകിയ വിജയങ്ങൾ, ദുനിയാവിൽ കിട്ടിയ വിജയങ്ങൾ, പരലോകത്തിൽ ലഭിക്കുന്ന നേട്ടങ്ങൾ, സ്വർഗീയമായ ആനന്ദങ്ങൾ, ഇതാണ് ഖുർആനിലെ മറ്റൊരു ഭാഗം. അതാവട്ടെ വഹുവ ജസാഉ തൗഹീദിഹി, തൗഹീദിന്റെ പ്രതിഫലമാണ്. തൗഹീദ് സ്വീകരിച്ചാൽ ലഭിക്കുന്ന നേട്ടമാണ് അതിന്റെ ഉള്ളടക്കമെന്നർത്ഥം. ഇനി അതുമല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൽ ഉണ്ടാവുക ഇമ്മാ ഖബറുൻ അൻ അഹ്ലി ശിർക്കി വമാ ഫഅല ബിഹിം ഫിദ് ദുനിയ മിനൻ നകാരി വമാ യഹല്ലു ബിഹിം ഫിൽ ഉഖബ മിന അദാബ്. അതുമല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൽ കാണുക ശിർക്ക് ചെയ്ത ആളുകളെ നശിപ്പിച്ച കുറെ ചരിത്രങ്ങൾ, നാടുകൾ നശിപ്പിച്ച കുറെ ചരിത്രങ്ങൾ, അവർക്കുണ്ടായ പരാജയങ്ങൾ, അവർക്ക് നാളെ പരലോകത്ത് ലഭിക്കാൻ പോകുന്ന ശിക്ഷകൾ, നരകയാതനകൾ, ഇതാ ഖുർആനിലെ മറ്റൊരു ഭാഗം. അതാവട്ടെ വിശുദ്ധ തൗഹീദിനെ തള്ളിക്കളഞ്ഞ ആളുകൾക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ്. അങ്ങനെ നോക്കിയാൽ ഫൽ ഖുർആനു കുല്ലുഹു ഫി തൗഹീദി വഹുഖൂഖിഹി വജസാഇഹി വഫി ശഅനി ശിർക്കി വഅഹ്ലിഹി വജസാഇഹി. ഖുർആൻ മുഴുവനും തൗഹീദുമായി ബന്ധപ്പെട്ടാണ്. തൗഹീദിന്റെ പൂർത്തീകരണം, തൗഹീദിന്റെ പ്രതിഫലം, തൗഹീദ് സ്വീകരിച്ചാൽ ലഭിക്കുന്ന നേട്ടങ്ങൾ, തള്ളിക്കളഞ്ഞാൽ ലഭിക്കുന്ന ദോഷങ്ങൾ, നഷ്ടങ്ങൾ, ദുനിയാവിലെ നഷ്ടങ്ങൾ, പരലോകത്തെ നഷ്ടങ്ങൾ, ഇതാണ് ഖുർആൻ മുഴുവനുമുള്ളത്. ഇതല്ലാത്തൊരായത്ത് വിശുദ്ധ ഖുർആനിൽ ഇല്ല. ഖുർആനിൽ എവിടെ ചരിത്രം പറഞ്ഞാലും തൗഹീദിന്റെ വിജയത്തിന്റെ ചരിത്രമാണ്, ശിർക്കിന്റെ ആളുകളെ പരാജയപ്പെട്ട ചരിത്രമാണ്. അല്ലാതെ കേവലം ചരിത്രം പറയാൻ വേണ്ടി ഖുർആനിൽ ഒന്നും പറഞ്ഞിട്ടില്ല. വിശുദ്ധ ഖുർആനിലെ മുഴുവൻ അധ്യാപനങ്ങളും തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മാത്രവുമല്ല തൗഹീദ് ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങളെ പുറത്തു കൊടുക്കുമെന്നും, തൗഹീദോടെ മരിച്ചാൽ സ്വർഗമുണ്ട് എന്നും, തൗഹീദ് ഇല്ലാതെ മരിച്ചാൽ നരകമാണ് എന്നും ധാരാളം ആയത്ത് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. നബി തങ്ങൾ പറയുന്ന ഹദീസിൽ കാണാം ഖാല അല്ലാഹു തആല പറയുന്നു എന്നാണ്. അല്ലാഹു പറയുന്നു യബ്ന ആദം, മനുഷ്യപുത്ര എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുന്ന, നബി തങ്ങൾ പറയുന്ന ഖുദ്സിയായ ഹദീസ്. അല്ലാഹു പഠിപ്പിക്കുന്നു, മനുഷ്യപുത്ര നീ എന്നോട് എത്ര പ്രാർത്ഥിച്ചാലും, നീ എന്നെ എത്ര പ്രതീക്ഷിച്ചാലും ഞാൻ എനിക്കതെല്ലാം പുറത്തു തരാം, എനിക്കത് പ്രശ്നമേ അല്ല. എന്നാൽ ലൗ ബലഗത് ദുനൂബുക അനാ അസ്സമാഇ ثم استغفرتني وغفرت لك ولا ഉബാലി. ആകാശം മുട്ടെ പാപങ്ങൾ നീ ചെയ്താലും ശരി, എന്നിട്ട് എന്നോട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ പൊറുക്കണേ അല്ലാഹു എന്ന് പറഞ്ഞാൽ ഞാൻ പുറത്തു തരാം, എനിക്കത് പ്രശ്നമില്ല. ابن آدم إنك لو أتيتني بقراب الأرض خطايا
ആദമിന്റെ പുത്ര, നീ ഭൂമി നിറയാൻ മാത്രം പാപങ്ങളുമായാണ് എന്റെ അടുത്തേക്ക് വരുന്നത് എങ്കിലും ശരി, ശിർക്ക് ചെയ്തിട്ടില്ല എങ്കിൽ, എന്നിൽ പങ്കു ചേർത്തിട്ടില്ല എങ്കിൽ, അല്ലാത്ത തിന്മകൾ ആകാശമുട്ടയുണ്ട്, അല്ലെങ്കിൽ ഭൂമി നിറയാൻ മാത്രമുണ്ട്, ആ നിൽക്കാൻ നീ എന്റെ അടുത്തേക്ക് വരുന്നത്, എന്നാലും ശരി ആ ഭൂമി നിറയെ പാപമോചനവുമായി ഞാൻ നിന്റെ അടുത്തേക്ക് അങ്ങോട്ട് വരാം. എത്ര വലിയ പാപങ്ങൾ ചെയ്തവരും ജീവിതകാലം മുഴുവനും തോന്നിവാസങ്ങളിൽ മുഴുകിയവരാണെങ്കിലും ശരി, ശിർക്കില്ലാതെ മരിക്കാൻ കഴിഞ്ഞാൽ, റബ്ബിൽ പങ്കു ചേർക്കാതെ ദുനിയാവിൽ പോകാൻ കഴിഞ്ഞാൽ, റബ്ബിനെ കണ്ടുമുട്ടാൻ കഴിഞ്ഞാൽ, അതോടുകൂടി റബ്ബ് പുറത്തു കൊടുക്കാമെന്നാണ് അല്ലാഹു തആല വാഗ്ദാനം ചെയ്യുന്നത്. ശിർക്കുണ്ടെങ്കിൽ തൗബ ഇല്ലാതെ പൊറുക്കില്ല എന്നർത്ഥം. ശിർക്കില്ലാതെ മരിച്ചാൽ മറ്റു തിന്മകളെല്ലാം അല്ലാഹു തആല പൊറുക്കാൻ തയ്യാറാണ്. മാത്രവുമല്ല, മറ്റൊരു ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞു, മൻ ലഖിയല്ലാഹ ലാ യുശ്രികു ബിഹി ശൈഅ, ആരെങ്കിലും പടച്ച റബ്ബിനെ കണ്ടുമുട്ടിയാൽ ലാ യുശ്രികു ബിഹി ശൈഅ, യാതൊന്നും പങ്കു ചേർക്കാതെയാണ് അല്ലാഹുവിനെ കണ്ടുമുട്ടത് എങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. വമൻ ലഖിയഹു യുശ്രികു ബിഹി ദഖലൻ നാർ, റബ്ബിൽ വല്ലതും പങ്കു ചേർത്തുകൊണ്ടാണ് കണ്ടുമുട്ടുന്നതെങ്കിൽ അവൻ നരകത്തിൽ പ്രവേശിക്കുമെന്നാണ്. ഒരു ശിർക്കുമില്ലാതെ അല്ലാഹുവിനെ കാണാൻ കഴിഞ്ഞാൽ അവന് സ്വർഗമുണ്ട്. അതല്ല, ശിർക്കോട് കൂടിയാണ് റബ്ബിനെ കണ്ടുമുട്ടുന്നതെങ്കിൽ അവന് നരകമാണ് പ്രതിഫലമുള്ളത് എന്നാണ്. മറ്റൊരു റിപ്പോർട്ടിൽ മൻ മാത ലാ യുശ്രികു ബില്ലാഹി ശൈഅൻ ദഖലൽ ജന്ന എന്നാണ്. മൻ മാത, ആരെങ്കിലും മരിക്കുന്നുവെങ്കിൽ ലാ യുശ്രികു ബില്ലാഹി ശൈഅ, പടച്ച റബ്ബിൽ യാതൊന്നും പങ്കു ചേർക്കാതെ ഒരാൾക്ക് മരിക്കാൻ കഴിഞ്ഞാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നു. അഥവാ നരകത്തിൽ ശാശ്വതമാകുന്നതിന് തടസ്സമാണ് തൗഹീദ് ഉണ്ടാവുക. ഒരുപക്ഷെ നരകത്തിൽ ശിക്ഷിക്കപ്പെട്ടാൽ പോലും അവസാനം അവൻ സ്വർഗത്തിലേക്ക് വരുന്നതാണ്. നരകത്തിൽ ശാശ്വതമാവാനുള്ള തടസ്സം തൗഹീദാണ്. സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള അടിസ്ഥാന യോഗ്യത തൗഹീദാണ്. ശഫാഅത്തുമായി ബന്ധപ്പെട്ട ദീർഘമായ ഹദീസ് ഇമാം ബുഖാരി മറ്റും ഉദ്ധരിക്കുന്ന റിപ്പോർട്ടാണ്. ആ ഹദീസിൽ കാണാം, ശഫാഅത്തിന് വ്യത്യസ്തമായ ഘട്ടങ്ങൾ പറഞ്ഞ് അവസാനം അല്ലാഹു തആല പറയും, നരകത്തിൽ കിടക്കുന്ന ആളുകളിൽ ലവലേശമെങ്കിലും ഈമാനുള്ള വിശ്വാസം ശരിയായ ആളുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കൂടി രക്ഷപ്പെടുത്തുക എന്ന് റബ്ബ് പറയുമെന്നും അങ്ങനെ അവരെയും രക്ഷപ്പെടുത്തുമെന്നാണ് ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നത്. തെളിവായിക്കൊണ്ട് റിപ്പോർട്ടറായ ഇബ്നു മസ്ഊദ് ആയത്തോതി, അബൂ സഈദ് ആയത്തോതി, ഇന്നല്ലാഹ ലാ യസ്ലിമു മിസ്ഖാല ദർറ വഇൻ തകു ഹസറതൻ യുദാഇഫ്ഹാ എന്ന സൂറത്തുൽ നിസായിലെ 40-ാമത്തെ ആയത്ത് അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹു അൻഹു ഓതിയിട്ട് പറഞ്ഞു, ഈ ആയത്ത് നിങ്ങൾ തെളിവായി ഓതിക്കൊള്ളുക എന്ന്. ഒരു ലെവലേശം ഉണ്ടെങ്കിൽ പോലും അതിന് അല്ലാഹു തആല ഹസറത്തിനെ, ആ നന്മകളെ പടച്ച റബ്ബ് ഇരട്ടിയാക്കി തരും. റബ്ബ് ദുൽമ കാണിക്കുകയില്ല എന്ന ആയത്ത് തെളിവായിക്കൊണ്ട് ഓതുകയാണ്. 99 ഏടുകൾ നാളെ പരലോകത്ത് ലഭിക്കുന്ന മനുഷ്യരെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം. ഒരു മനുഷ്യൻ നാളെ പരലോകത്ത് വരും, അയാൾക്ക് ധാരാളം തിന്മകൾ ചെയ്തിട്ടുണ്ട്. സ്വഹാബി റജുലിൻ മിൻ ഉമ്മത്തി യൗമൽ ഖിയാമത്തി അലാ റൂസിൽ ഖലായിഖി, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളെ നാളെ ഖിയാമത്തിൽ ജനകോടികൾക്ക് മുമ്പിൽ അയാളെ വിളിക്കപ്പെടുമെന്നാണ്. അലാ റൂസിൽ ഖലായിഖ്, മുഴുവൻ സൃഷ്ടികളെ മുമ്പിൽ വെച്ച് അയാളെ വിളിക്കപ്പെടും. എന്നിട്ട് അയാൾക്ക് അല്ലാഹു തആല നൽകും ഫയുൻസലഹു 99 സിജില്ലൻ കുല്ലു സിജില്ലിൽ മദ്ദൽ ബസർ, 99 ഏടുകൾ അയാൾക്ക് നൽകപ്പെടും. ആ ഓരോ ഏടും നോക്കിയാൽ കാണാത്തത്രയും ദൂരേക്ക് വിശാലമായി കിടക്കുന്ന ഏടുകളാണ്. അങ്ങനെയുള്ള 99 ഏടുകൾ ആ മനുഷ്യൻ നൽകും. അയാളുടെ തിന്മകൾ രേഖപ്പെടുത്തിയ രേഖയാണ്. അയാൾ ചെയ്തു കൂട്ടിയ തിന്മകൾ, തോന്നിവാസങ്ങൾ, അതെല്ലാം രേഖപ്പെടുത്തിയതാണ് ഈ 99 ഏടുകളും. ഓരോ ഏടും നോക്കിയാൽ കാണാത്ത അത്രയും നീണ്ടു കിടക്കുന്ന ഏടുകളാണ് എന്ന് റബ്ബ് ചോദിക്കും. നീ നിഷേധിക്കുന്നുണ്ടോ ഏതാണ്? ഈ ഏട് രേഖപ്പെടുത്തപ്പെട്ട വല്ലതും അംഗീകരിക്കാത്തതുണ്ടോ, നിഷേധിക്കുന്നുണ്ടോ? ഇതിൽ വല്ലതും നീ നിഷേധിക്കുന്നുണ്ടോ? എന്തെങ്കിലും ഇല്ലാത്തത് രേഖപ്പെടുത്തുന്നു? ഇല്ല റബ്ബേ, എല്ലാം ഉള്ളതാണ്. എഴുതാൻ ഞാൻ ഏൽപ്പിച്ച എന്റെ മലക്കുകൾ നിന്നോട് വല്ല അന്യായം ചെയ്തിട്ടുണ്ടോ? നീ ചെയ്യാത്ത ഒരു തിന്മയും നിന്റെ പേര് രേഖപ്പെടുത്തുന്നുണ്ടോ? ലാ യാ റബ്ബി, ഇല്ല റബ്ബേ, എല്ലാം ഞാൻ ചെയ്തതാണ്. നിനക്ക് വല്ല നന്മയും പകരം വെക്കാനുണ്ടോ? എന്തെങ്കിലും ഒരു ന്യായം പറയാനുണ്ടോ ഇതൊക്കെ ചെയ്തതിന്? ഇല്ല റബ്ബേ, എനിക്കൊന്നും പറയാൻ, എല്ലാം ഞാൻ ചെയ്തതാണ്. ഈ തെറ്റെല്ലാം സംഭവിച്ചു പോയതാണ്.
എനിക്ക് നന്മകളൊന്നുമില്ല, എനിക്കൊന്നും വെക്കാനില്ല, തിന്മകൾ മാത്രം ചെയ്ത് ജീവിച്ചവനാണ് ഞാനെന്ന് അവൻ പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ല ബലാ ഇന്നലക ഇൻദനാ ഹസന, നിനക്ക് ചില നന്മകൾ എന്റെ പക്കലുണ്ട്. وإنك لا ظلم عليك اليوم وإنه لا ظلم عليك اليوم, ഇന്ന് ദുൽമില്ല, അന്യായമില്ല, ഉള്ളതുപോലെ കാണാം. അതുകൊണ്ട് ഈ ചില നന്മകൾ എന്റെ പക്കലുണ്ട് എന്ന് പറയുകയും ഫയുഖ്റജ് ലഹു ബത്താഖ, അവനൊരു ബത്താഖ നൽകുമെന്നാണ്. ഗൾഫ് പോയ മനുഷ്യന്മാർക്ക് ബത്താഖ എന്ന് പറഞ്ഞാൽ ആധുനിക അറബിയിൽ കാർഡ്, ഒരു ബത്താഖ അയാൾക്ക് നൽകും. ആ ബത്താഖയിലുള്ളത് അയാളുടെ തൗഹീദാണ്, അയാളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ മനുഷ്യൻ ചോദിക്കും പടച്ച റബ്ബിനോട്, റബ്ബേ മാ ഹാദിഹിൽ ബത്താഖ മാ ഹാദിഹിസ് സിജില്ലാത്ത്, റബ്ബേ ഇത്രയുമേറെ തിന്മയുടെ ഏടുകൾ ഇത് മുഴുവനും ഉണ്ടായിരിക്കെ പിന്നെ ഈ ഒരു ബത്താഖ കൊണ്ട് എനിക്കെന്ത് കാര്യം റബ്ബേ എന്ന് ചോദിക്കുമ്പോൾ റബ്ബ് പറയും, ഇന്നക ലാ തുൽം, ദുൽമില്ല, അന്യായങ്ങളില്ല, ഇന്ന് അനീതിയില്ല. നന്മയുടെ തുലാസിലേക്ക് നീ വെക്കുക. ആ ഒരു ഏടുകൾ തിന്മയുടെ തുലാസിലും ഈ ഒരു ബത്താഖ നന്മയുടെ തുലാസിലും വെക്കുമ്പോൾ അവിടെ ആ ഏടുകൾ മുഴുവനും കനം കുറയുകയും അതിനേക്കാൾ ഭാരം ഈ ബത്താഖ ഉണ്ടാവുകയും ചെയ്യും. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അവിടെ തൗഹീദാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനേക്കാൾ ഭാരം മറ്റൊന്നിനുമില്ല. അപ്പൊ അത് ക്ലിയർ ആണെങ്കിൽ ബാക്കി ജീവിതത്തിലെ മേഖലകളിൽ പോരായ്മകൾ വന്നാൽ പോലും അതെല്ലാം പുറത്തു കിട്ടാൻ ഒരുപക്ഷെ അത് കാരണമായി മാറുമെന്നാണ് ഈ ഹദീസിലൂടെ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു സഹോദരങ്ങളുടെ അടിസ്ഥാനം തൗഹീദാണ്. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പ് നോറ്റു, രാത്രി നിസ്കരിച്ചു, ധാരാളമായി ദാനധർമ്മങ്ങൾ നൽകി, ഖുർആൻ ഓതി, ദിക്റും ദുആയും സ്വലാത്തും എല്ലാം നിർവഹിച്ചു. പക്ഷേ അതിന്റെ കൂടെ റബ്ബല്ലാത്തവരിലേക്ക് മനസ്സ് തിരിയുന്നുവെങ്കിൽ, അല്ലാഹ് എന്ന് വിളിക്കേണ്ട സ്ഥാനത്ത് ഒരു പടപ്പിനെ വിളിക്കുന്നുവെങ്കിൽ, റബ്ബ് നൽകുന്ന ഇബാദത്ത് ഒരു പടപ്പിന് നൽകുന്നുവെങ്കിൽ ഈ പരിശ്രമങ്ങളെല്ലാം വൃഥാവിലായി മാറും. നേരത്തെ സൂചിപ്പിച്ച പോലെ വുദു ഇല്ലാത്തവൻ നിസ്കാരം പോലെയാണ്. ദീർഘമായി നിസ്കരിച്ചു, പക്ഷേ വുദു ഉണ്ടാക്കിയിട്ടില്ല. ഒരുപാട് ഖതം തീർത്തു, ധാരാളമായി ഓതി, സുജൂദും റുക്കൂഉം എല്ലാം ദീർഘിപ്പിച്ചു, ധാരാളം സമയമെടുത്ത് ഭക്തിപൂർണമായി നിസ്കരിച്ചു. അയാൾ വുദു ചെയ്തിട്ടില്ല എങ്കിൽ ആ നിസ്കാരത്തിൽ എന്ത് കാര്യമുണ്ട് എന്നതുപോലെയാണ്. എല്ലാ നന്മകളും ചെയ്തു, പക്ഷേ തൗഹീദ് ശരിയല്ല. റബ്ബേ എന്ന് വിളിക്കേണ്ട സ്ഥാനത്ത് പടപ്പുകളെ വിളിക്കുന്നു. അമ്പിയാക്കളായാലും ശരി, മലക്കായാലും ശരി, മഹാന്മാരായാലും ശരി, ജിന്നായാലും ശരി, മലക്കായാലും ശരി, ഏത് പടപ്പാണെങ്കിലും ശരി, അല്ലാഹ് എന്ന് വിളിക്കേണ്ട വിളി ഒരു പടപ്പിലേക്ക് പോകുന്നുവെങ്കിൽ അവന്റെ മുഴുവൻ അമലും അതോടെ ബാത്തിലായി പോവുകയാണ്. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല. ഇബാദത്തുകൾ സമർപ്പിക്കപ്പെടാൻ അർഹതയുള്ളവൻ റബ്ബല്ലാത്ത മറ്റാരുമില്ല. എന്താ ഇബാദത്ത്? അല്ലാഹു കൽപ്പിച്ച, അല്ലാഹു നിർദ്ദേശിച്ച വാക്കുകളും പ്രവൃത്തികളും അടങ്ങുന്ന എല്ലാത്തിനുമുള്ള പേരാണ് ഇബാദത്ത്. ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹുല്ലാഹു വയല്ലാഹു മിൽ അഖ്വാലി വൽ അഅ്മാലിൽ ളാഹിറത്തി വൽ ബാത്തില എന്നാണ് ഇബാദത്തിന്റെ നിർവചനം. റബ്ബ് ഇഷ്ടപ്പെട്ട, അവൻ കൽപ്പിച്ച പ്രത്യക്ഷവും പരോക്ഷവുമായ എല്ലാ വാക്ക് പ്രവൃത്തികളും അതിന് പറയുന്ന പേരാണ് ഇബാദത്ത്. നിസ്കാരം ഇബാദത്താണ്, നോമ്പ് ഇബാദത്താണ്, നന്മ കൽപ്പിക്കൽ ഇബാദത്താണ്, തിന്മ വിരോധിക്കൽ ഇബാദത്താണ്, ദിക്ർ ചൊല്ലൽ ഇബാദത്താണ്, സ്വലാത്ത് ഇബാദത്താണ്, സുജൂദ് ഇബാദത്താണ്, തവാഫ് ഇബാദത്താണ്, പ്രാർത്ഥന ഇബാദത്താണ്, നേർച്ച ഇബാദത്താണ്, സത്യം ചെയ്യൽ ഇബാദത്താണ്. ഇതെല്ലാം ഇബാദത്തുകളാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം അർപ്പിക്കപ്പെടാൻ അർഹതയുള്ളവൻ അല്ലാഹു തആല അല്ലാതെ മറ്റാരുമില്ല. അതുകൊണ്ട് നേർച്ച പടച്ച റബ്ബിന് മാത്രം. പതിനീകൾക്ക് നേർച്ചയില്ല, പതിനീകൾക്ക് നേർച്ചയില്ല, നേർച്ച റബ്ബിന് മാത്രമാണ്. ഒരു പടപ്പിനും നേർച്ചയില്ല. സത്യം ചെയ്യൽ അള്ളാഹിന്റെ പേരിൽ മാത്രം, ഒരു പടപ്പിന്റെ പേരിലും സത്യം ചെയ്തുകൂടാ. പ്രാർത്ഥനകൾ, സഹായാർത്ഥനകൾ, തേട്ടങ്ങൾ പടച്ച റബ്ബിനോട് മാത്രം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹ് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായത്തിനായി അർത്ഥിക്കുന്നു. ഇത് അടിസ്ഥാനമാണ്. എല്ലാ ദിവസവും 17 പ്രാവശ്യം നിർബന്ധമായി നമ്മളെ കൊണ്ട് അല്ലാഹു തആല ഈ ആയത്ത് ഓതിപ്പിക്കുന്നു. എന്തിനാ? തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം പറഞ്ഞാൽ നബിതങ്ങൾ ഇബ്നു അബ്ബാസ് പറഞ്ഞല്ലോ, ഇലാ സഅൽത ഫസ്അലില്ലാ വ യസ്തഅൻത ഫസ്തഇൻ ബില്ലാ. മോനെ, നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുക, സഹായം തേടുന്നുവെങ്കിൽ അല്ലാഹുവിനോട് മാത്രം സഹായം തേടുക എന്ന് തോളിൽ കൈയിട്ടുകൊണ്ടാണ് ചെറുപ്പക്കാരനായ ഇബ്നു അബ്ബാസിന് നബിതങ്ങൾ നൽകുന്ന ഉപദേശത്തെ നമുക്ക് കാണാൻ കഴിയും. അടിസ്ഥാനമാണ്. നേർച്ച വഴിപാടുകൾ പടച്ച റബ്ബിന് മാത്രമാണ്. ബലികർമ്മങ്ങൾ അല്ലാഹ്ക്ക് വേണ്ടി മാത്രമാണ്. നബിതങ്ങൾ പറഞ്ഞു, ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി വല്ലവനും അറക്കുന്നുവെങ്കിൽ അല്ലാഹ് അവനെ ശപിച്ചിരിക്കുന്നുവെന്നാണ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്.
4 കാര്യം നബി തങ്ങൾ പഠിപ്പിച്ചോളാം. ഒറ്റ ഹദീസ്. 4 കാര്യം അല്ലാഹു ശപിച്ചിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം ഇതാണ്, ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാ. അല്ലാഹുവിற்கு വേണ്ടി അറുക്കുന്നുവെങ്കിൽ അവൻ അല്ലാഹു ശപിച്ചിരിക്കുന്നു. അത് നബിക്ക് വേണ്ടി അർത്താലും ശരി, വലിയന് വേണ്ടി അർത്താലും ശരി, മദീനയ്ക്ക് വേണ്ടി അർത്താലും ശരി, ഏത് പടപ്പിന്റെ പ്രീതി കാണിച്ചുകൊണ്ട് അറവ് നിർവഹിച്ചാലും ശരി, ആ ബലികർമ്മം ഇബാദത്താണ്. അത് പടപ്പിന് പോകുമ്പോൾ അവർക്കുള്ള ഇബാദത്തായി അവൻ അല്ലാഹു ശപിച്ചുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത് പറഞ്ഞത് ലഅനല്ലാഹു മൻ ലഅന വാലിദൈഹി. സ്വന്തം മാതാപിതാക്കളെ ശപിക്കുന്നവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. ഉമ്മാനെ ശപിക്കുക, വാപ്പാനെ ശപിക്കുക എങ്കിൽ അല്ലാഹുവിന്റെ ശാപം അവനുണ്ടാകും. മൂന്നാമതായി ലഅനല്ലാഹു മൻ ഗയ്യറ മനാറൽ അർളി. ഭൂമിയിലെ അതിർത്തികളെ മാറ്റിമറിക്കുന്നവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. അയൽവാസിന് അതിന് അങ്ങോട്ട് മാറ്റി, അതിങ്ങോട്ട് മാറ്റി, മറ്റവന്റെ ഭൂമി അന്യായമായി കൈയടക്കി അത് കൈവശം വെച്ചു പോകുന്ന അതിർ വരമ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിക്കുന്നവൻ അവനെ പടച്ച റബ്ബ് ശപിച്ചിരിക്കുന്നു. നാലാമത് ലഅനല്ലാഹു മൻ ആവാ മുഹ്ദസൻ ഔ മുഹ്ദിസൻ. ഒരു പുത്തനാശയത്തിന്, ഒരു ബിദ്അത്തിന്, മതത്തിൽ കൂട്ടിച്ചേർക്കപ്പെടുന്ന പുത്തനാചാരങ്ങൾക്ക് അഭയം നൽകുന്നവനെ അല്ലാഹു തആല ശപിച്ചിരിക്കുന്നു. ഒറ്റ ഹദീസാണ് 4 കാര്യം ഒന്നിച്ചു പറഞ്ഞു. ഇമാം മുസ്ലിം സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത അലി ഇബ്നു അബീ ത്വാലിബ് നബിയിൽ നിന്ന് കേട്ടു നമുക്ക് പഠിപ്പിച്ചു തന്ന ഹദീസാണ്. അതുകൊണ്ട് അത് എല്ലാത്തിനെയും തകർക്കുന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. നമ്മുടെ മുഴുവൻ ഇബാദത്തും റബ്ബിന് മാത്രം. നമ്മുടെ പ്രതീക്ഷകൾ, നമ്മുടെ ഭയം, നമ്മുടെ സ്നേഹം, ഇതൊക്കെ ബാത്തിനിയായ പരോക്ഷമായ ഇബാദത്തുകളാണ്. ഖൽബിന്റെ പ്രവർത്തനങ്ങൾ, അഅ്മാലുൽ ഖുലൂബ് റമദാനിൽ പഠിച്ചുകൊടുത്ത ക്ലാസുകൾ. അതിന്റെ ഭാഗമാണ് റജാ, പ്രതീക്ഷ, ഖൗഫ്, ഭയം, മഹബ്ബത്ത്, സ്നേഹം. ഇതൊക്കെ പടച്ച റബ്ബിലേക്ക് മാത്രം പോകേണ്ടത്. അത് റബ്ബിലേക്കേ പോകാം. അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അദൃശ്യമായ വഴിയിൽ, അഭൗതികമായ വഴിയിൽ, മറഞ്ഞ വഴിയിൽ ഒരു പടപ്പിനെയും ഭയപ്പെട്ടുകൂടാ, ഒരു സൃഷ്ടിയെയും പേടിച്ചുകൂടാ. നമ്മുടെ ഭയം റബ്ബിനോട് മാത്രമാണ്. വലം യഖ്ശ ഇല്ലല്ലാഹ്. പടച്ച റബ്ബിനല്ലാതെ പേടിക്കാത്തവരെന്നുള്ള പ്രത്യേകം എടുത്തു പറഞ്ഞു. الذين يخشون ربهم بالغيب لهم مغفرة وأجر كريم. പടച്ച റബ്ബിനെ അദൃശ്യമായ വഴിയിൽ, മറഞ്ഞ വഴിയിൽ ഭയപ്പെടുന്ന ആളുകൾ അവർക്കാണ് പാപമോചനമുള്ളത് എന്ന് അല്ലാഹു പഠിപ്പിക്കുന്നു. റബ്ബിനെ പേടിക്കാൻ, റബ്ബിനെ പ്രതീക്ഷ വെക്കാൻ, റജാ, ഖൗഫ്, ഭയവും പ്രതീക്ഷയും, തവക്കുൽ, എല്ലാം അർപ്പിക്കൽ പടച്ച റബ്ബിൽ മാത്രം. വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്. മരിക്കാത്ത എന്നെന്നും ജീവിച്ചിരിക്കുന്ന ആളുകളിൽ നീ തവക്കുലാക്കണമെന്നാണ്. മരിച്ചവരെല്ലാം തവക്കുലാക്കേണ്ടത്, മരിച്ചുപോയവരല്ല തവക്കുലാക്കേണ്ടത്. വതവക്കൽ അലൽ ഹയ്യി. ഹയ്യായവനെ, എന്നെന്നും ജീവിച്ചിരിപ്പുള്ളവനെ നീ തവക്കുലാക്കണം. അല്ലദീ ലാ യമൂത്ത്. മരണമില്ലാത്ത, മരിക്കാത്തവനായ ഹയ്യായിട്ടുള്ളവന്റെ പേരിൽ നീ തവക്കുലാക്കുക. ഈ അടിസ്ഥാനത്തിൽ വഴിമാറി പോകുമ്പോൾ സഹോദരങ്ങളെ, അത് നിസ്സാരമല്ല. ഈ പാടുപെട്ട് നോക്കുന്ന നോമ്പെല്ലാം കാര്യമില്ലാതായി, നിസ്കാരം മുഴുവൻ കാര്യമില്ലാതായിപ്പോയി. ജീവിതത്തിൽ പാലിച്ചു പോന്ന എന്ത് ഇബാദത്തുകളുണ്ടോ ആ ഇബാദത്തുകൾ മുഴുവനും വൃഥാവിലായി പോകും. അതുകൊണ്ട് ഏറ്റവും അടിസ്ഥാനമായി നാം സ്വീകരിക്കേണ്ടത് തൗഹീദാണ്. തൗഹീദ് സ്വീകരിച്ചവരെ അല്ലാഹുവിനെ മാത്രം പേടിച്ചാൽ മതി, അവനെ മാത്രം ഭയപ്പെട്ടാൽ മതി, അവനെ മാത്രം പ്രതീക്ഷിച്ചാൽ മതി. ബാക്കി എല്ലാ പടപ്പുകളുടെയും അടിമത്തത്തിൽ നിന്ന് മോചിതനാവുകയും പടച്ച റബ്ബിനെ മാത്രം പേടിക്കുന്ന റബ്ബിന്റെ അടിമയായി മാറാൻ അവന് പറ്റുകയും ചെയ്യും. അല്ലെങ്കിലോ എല്ലാവരും പേടിച്ച്, എല്ലാവരുടെയും കുരുത്തക്കേട് ഭയന്ന്, എല്ലാ സ്ഥലത്തും പോയി പ്രീതിപ്പെടുത്തിയിട്ട് വേണം അവിടെ ജീവിക്കാൻ. അത് വലിയ പ്രയാസകരമായ സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, എല്ലാ അർത്ഥത്തിലുമുള്ള സുരക്ഷയാണ് തൗഹീദ്, സമാധാനമാണ് തൗഹീദ്, സംതൃപ്തിയാണ് തൗഹീദ്. മാനസികമായ വല്ലാത്തൊരു സമാധാനമാണ് തൗഹീദ് കൊണ്ട് ലഭിക്കുന്നത്. വല്ലാത്ത നിർഭയത്വമാണ് തൗഹീദ്. വല്ലദീന ആമനൂ വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. ഈമാൻ ഉൾക്കൊള്ളുകയും ആ ഈമാനിൽ ശിർക്ക് കലർത്താതിരിക്കുകയും ചെയ്താൽ അവർക്കാണ് നിർഭയത്വം എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തി. ഒരൊന്നും പേടിക്കാനില്ല, യാതൊരു ഭയവുമില്ല, ഒരാളെയും പേടിക്കാനില്ല. പടച്ച റബ്ബിനെ മാത്രം പേടിച്ച് റബ്ബിന്റെ ഖലാ ഖദറിൽ ഉറപ്പിച്ചുകൊണ്ട് എന്ന് റബ്ബിന് തീരുമാനിച്ചുവോ അത് നടക്കും, എന്ന് റബ്ബിന് നൽകിയോ അതുണ്ടാകും, എന്ന് റബ്ബിന് തടഞ്ഞുവോ അത് ലഭിക്കുകയുമില്ല. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തി ലിമാ മനഅത. റബ്ബിനെ നൽകിയാൽ തടയാനാരുമില്ല, നീ തടഞ്ഞാൽ നൽകാനുമാണില്ല. ഇത് ബോധ്യമായി ഉള്ളിലേക്ക് ഇറങ്ങും തൗഹീദുള്ളവന്. അല്ലാത്തവന് ചൊല്ലിപ്പറഞ്ഞു പോകുക എന്നല്ലാതെ മറ്റൊന്നുണ്ടാവും. അതുകൊണ്ട് ആ നിർഭയത്വം അനുഭവിക്കണം. എല്ലാ അമ്നിന്റെയും എല്ലാ ഹിദായത്തിന്റെയും അടിസ്ഥാനം തൗഹീദാണ്. വിജയത്തിന്റെ അടിസ്ഥാനം തൗഹീദാണ്. നബി തങ്ങളുടെ ശഫാഅത്ത് കിട്ടാൻ പോലുമുള്ള അടിസ്ഥാനം തൗഹീദാണ്. തൗഹീദില്ലാത്തവന് ശഫാഅത്തില്ല, തൗഹീദില്ലാത്തവന് ശഫാഅത്തില്ല. അതുകൊണ്ട് ശഫാഅത്ത് ലഭിക്കണമെങ്കിൽ പോലും തൗഹീദ് അനിവാര്യമാണ്. അതുകൊണ്ട് ആ തൗഹീദിൽ ഒരു കളങ്കവുമില്ലാതെ പരിപൂർണമായ അടിയുറച്ച വിശ്വാസം റബ്ബിലുണ്ടായിക്കൊണ്ട് ശരിയായ മുസ്ലിമായി മുന്നോട്ട് പോവുക. ഇബാദാത്തുകളിൽ ഏറ്റ വ്യത്യാസം ഉണ്ടാകും. എല്ലാവരും ഒരേപോലെ ഇബാദത്ത് ചെയ്യാൻ കഴിഞ്ഞോളമെന്നില്ല.
അത് ആളുകളുടെ സന്ദർഭവും സാഹചര്യവും അനുസരിച്ച് മാറ്റം വരും. അത് സ്വാഭാവികമാണ്. പക്ഷെ വിശ്വാസം അങ്ങനെയില്ല. വിശ്വാസമാണ് അടിസ്ഥാനം. അതിലാണ് ബാക്കിയെല്ലാം നിലകൊള്ളുന്നത്. തൗഹീദ് തകർന്നാൽ ഒന്നും ഇല്ലാത്തവനെ പോലെയാണ് നിസ്കാരത്തിന്റെ വിഷയത്തിൽ എന്ന ആ ഒരു ഉപമ മുൻഗാമികൾ പഠിപ്പിച്ച ഉപമയാണ്. അത് നാം തിരിച്ചറിയുക, ആ ബോധമുണ്ടാവുക. റബ്ബ് സുബ്ഹാനഹു വ തആല ശരിയായ മുവഹ്ഹിദുകളായി ജീവിച്ചു മരിക്കാൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇസ്ലാമിക ലോകത്തുണ്ടായ മുഴുവൻ ഏറ്റുമുട്ടലുകളും തൗഹീദും ശിർക്കും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നു. ബദറും ഉഹദും ഖന്ദഖും ഹുനൈനും അടക്കമുള്ള ധാരാളം ഏറ്റുമുട്ടലുകൾ ചെറുതും വലുതുമായി നബി തങ്ങളുടെ ജീവിതകാലത്ത് നടന്നിട്ടുണ്ട്. ശേഷം ഖലീഫമാരുടെ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് വ്യത്യസ്തമായ യുദ്ധങ്ങൾ. അതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു എന്നത് പരിശോധിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ചവരും അല്ലാത്തവരും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. തൗഹീദിന് വേണ്ടി ശിർക്കിനെതിരായിട്ടുള്ള പോരാട്ടമാണതെല്ലാം. വിശിഷ്യ ബദർ എന്ന റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന, അവരെ മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന അടിസ്ഥാന ആശയം പ്രബോധനം ചെയ്യുകയും അത് സ്വീകരിക്കാതെ പോയ മക്കയിലെ അവിശ്വാസി ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും അടക്കമുള്ള മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിച്ചവർ, ആരാധിച്ചവർ. ലാത്തയും ഉസ്സയും ഒക്കെ സ്വാലിഹായ മനുഷ്യന്മാരായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത് അസ്മാഉ റിജാലിൻ സ്വാലിഹീൻ എന്നാണ്. സ്വാലിഹീങ്ങളായ ആളുകളെ പേരാണ് ഇതിൽ പലതും. ലാത്തയെ പറ്റി പ്രത്യേകം പറഞ്ഞു, ലാത്ത കാന റജുലൻ സ്വാലിഹൻ, സ്വാലിഹായ മനുഷ്യരായിരുന്നു ലാത്ത. ഇരുത്തു സബീഖ ലിൽ ഹാജ്, ഹാജിമാർക്ക് വേണ്ടി സബീഖ് ഉണ്ടാക്കി കൊടുത്തിരുന്ന ആളാണ് ലാത്ത. സബീഖ് എന്നാൽ നമ്മളെ തരിക്കഞ്ഞി പോലെ പായസം പോലെയുള്ള അന്നത്തെ അവിടുത്തെ ഒരു രീതിയാണ് സബീഖ്. അതുണ്ടാക്കി ഹാജിമാർക്ക് സൗജന്യമായി വിതരണം ചെയ്തിരുന്ന ഒരു ധർമ്മിഷ്ഠനായ ഔദാര്യവാനായ ഒരു നല്ല മനുഷ്യനായിരുന്നു ലാത്ത എന്ന. ആ ലാത്ത മരിച്ചപ്പോൾ അയാളുടെ ഓർമ്മയുടെ പേരിലാണ് പിന്നീട് ലാത്തയെ ആരാധിക്കുന്ന സാഹചര്യം ഉണ്ടായി. ലാത്ത ഇരുന്ന കല്ലിന് പിന്നെ ലാത്താവ് പേര് വന്നു. ആ കല്ലിന് മഹത്വവൽക്കരിക്കപ്പെട്ടു. പിന്നീട് ലാത്തയുടെ രൂപങ്ങളുണ്ടായി. പിന്നെ നാടൊന്നാകെ കഅബയിലടക്കം ലാത്തയുടെ വിഗ്രഹം സ്ഥാപിക്കുന്ന സാഹചര്യം പിന്നീട് വന്നു. ഉസ്സയും അങ്ങനത്തെ. ഉസ്സയുടെ പേര് ഒരു മരമാണ് ഉണ്ടായത്. ഉസ്സ ഇരുന്നൊരു മരം, ഉസ്സയുടെ സ്പർശനമേറ്റൊരു മരം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മരം പ്രത്യേകമായി അവരിങ്ങനെ ബഹുമാനിച്ച് ആദരിച്ചു കൊണ്ടുനടന്ന് അതാണ് പിന്നീട് ഉസ്സയെ ആരാധിക്കുന്ന അവസ്ഥയ്ക്ക് എത്തിയത്. മനാത്ത ത്വയ്ഫിലുണ്ടായത് വലിയൊരു പാറക്കെട്ടായി, വലിയൊരു പാറക്കെട്ട്. അതിനെന്തോ പ്രത്യേകതയുണ്ട് എന്ന് കൽപ്പിക്കുകയും അത് ചില മഹാന്മാരേക്ക് ചേർത്തി പറഞ്ഞുകൊണ്ട് അത് പിന്നീട് വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന ആനന്ദിക്കപ്പെടുന്ന സാഹചര്യമായി മാറുകയുമാണ് ഉണ്ടായത്. അവിടെയാണ് ബദർ ഉണ്ടായത്. പടച്ചറബിനെ മാത്രമേ ആരാധിക്കാവൂ, അവരോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന അടിസ്ഥാന ആശയവും അതെല്ലാം ഈ കണ്ടു കാണപ്പെട്ട ഈ മഹാന്മാരൊക്കെ തേടപ്പെടാവുന്നവരാണ്, പ്രാർത്ഥിക്കപ്പെടാവുന്നവരാണ് എന്ന ആശയം തമ്മിലാണ് യഥാർത്ഥത്തിൽ ബദർ ഉണ്ടായത്. ഇന്ന് ആ ബദരീങ്ങളുടെ പേരിൽ ഈ ശിർക്കിന്റെ ആശയമാണ് നടക്കുന്നത്. റമദാൻ മാസത്തിന് പോലും ബദരീങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുന്ന വരികൾ ഇന്നും നാളെയുമായി വ്യാപകമായി പള്ളികളിൽ വെച്ച് പ്രഖ്യാപിക്കപ്പെടാൻ പോകും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ട പള്ളികൾ വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദഉ മഅല്ലാഹി അഹദ എന്ന് വിശുദ്ധ സൂറത്തുൽ ജിന്നിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തി. തീർച്ചയായും പള്ളികൾ അല്ലാഹുവിന്റേതാണ്. കമ്മിറ്റിക്കാരെ പലരുണ്ടാവും, കമ്മിറ്റിക്കാരെ പലരുമായിരിക്കാം. കുടുംബ പള്ളി ഉണ്ടാകും, മുത്തവല്ലി പള്ളി ഉണ്ടാകും, സംഘടനക്കാരെ പള്ളി ഉണ്ടാകും, സുന്നിപ്പള്ളി മുജാഹിദ് പള്ളിയൊക്കെ ഉണ്ടാകും. അത് കൈകാര്യകർത്താക്കൾ മാത്രം. പള്ളിയെല്ലാം അല്ലാഹു. സംഘടനക്കാർക്കും പള്ളി, കമ്മിറ്റിക്കാർക്ക് പള്ളി, അവരതിന് കൈകാര്യകർത്താക്കൾ മാത്രമാണ്. പള്ളി പടച്ചറബിന് വേണ്ടി വഖഫ് ചെയ്ത സ്ഥലമാണ്. അതിന് ഉടമാവകാശി അല്ലാഹുവാണ്. ആർക്കും ഉടമാവകാശമില്ല. അതുകൊണ്ടല്ലേ പള്ളി വിൽക്കാൻ പറ്റുന്നത്. പള്ളിന്റെ സാധനം വിൽക്കാൻ പറ്റുന്ന കാരണം അത് വഖഫാണ്, അല്ലാഹുക്കുള്ളതാണ്. ഉടമാവകാശമില്ല. ഉടമാവകാശം ഇല്ലാത്തതുകൊണ്ട് അത് ക്രയവിക്രയ അധികാരവുമില്ല. കൈകാര്യകർത്തൃത്വം മാത്രം. ഒരു സെക്യൂരിറ്റിക്കാരെ പോലെ
അതിന്റെ കൈകാര്യം ഏൽപ്പിക്കപ്പെട്ട, അതിന് സംരക്ഷണം മേൽനോട്ടം ഏൽപ്പിക്കപ്പെട്ട ആളുകൾ മാത്രമാണ് പള്ളിയുടെ ഭാരവാഹി. ആ ഭാരവാഹികൾ തോന്നും പോലെ നടപ്പാക്കാനുള്ളതല്ല പള്ളിയിലെ ആചാരങ്ങളും. അത് അല്ലാഹു പഠിപ്പിച്ച പോലെ, റസൂൽ പഠിപ്പിച്ച പോലെ നടപ്പാക്കേണ്ടതാണ് എല്ലാ പള്ളികളും. എന്തിനാ പള്ളി? അന്നൽ മസാജിദ ലില്ലാഹ്, തീർച്ചയായും പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അതിന് അല്ലാഹുവിന്റെ കൂടെ ഒരാളോടും നിങ്ങൾ ദുആ ചെയ്യരുത്. വ്യക്തമായ അധ്യാപനമാണ്. പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്, അതിനാൽ അല്ലാഹുവിന്റെ കൂടെ ഒരാളോടും നിങ്ങൾ ദുആ ചെയ്യരുത്, ഒരാളെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്നുള്ള വ്യക്തമായി പഠിപ്പിക്കുന്നു. അതേ പള്ളികളിൽ വെച്ചാണ് ബദരീങ്ങളുടെ പേരും പറഞ്ഞ് മാലയായും മൗലിദായും റാത്തീബായും വ്യത്യസ്തമായ പേരുകളിൽ അവരെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. ജീവിതത്തെ ഏത് പ്രശ്നത്തിലും അവരെ വിളിച്ചാൽ മതി എന്നാണ് പഠിപ്പിക്കുന്നത്. ലോകം മാറാൻ, ഖുർആൻ ഹാസിലാവാൻ, സന്താനമുണ്ടാവാൻ, ജോലി ശരിയാവാൻ, വിപത്ത് തടുക്കാൻ, എല്ലാ ആവശ്യങ്ങൾക്കും അവരെ വിളിച്ചാൽ മതി എന്നാണ് പാട്ടുകളിലൂടെ നമ്മുടെ ഉമ്മത്തിൽ പഠിപ്പിക്കപ്പെട്ടത്. ബദരീങ്ങളാരും അങ്ങനെ സിദ്ധിയുണ്ടായിക്കൊണ്ട് ജീവിച്ചുപോയ മനുഷ്യന്മാരൊന്നുമല്ല. ബദരിൽ പങ്കെടുത്ത ആളുകളിൽ 17 പേർ ബദരിൽ വെച്ച് ഷഹീദായവരാണ്. ശത്രുക്കളെ വിട്ടുതടുക്കാൻ കഴിയാതെ അതിൽ ജീവൻ നഷ്ടപ്പെട്ട ശുഹദാക്കളാണ് ബദരിൽ വന്ന 300 ആളുകളിൽ 17 പേർ. ബദരിൽ പങ്കെടുത്ത ബാക്കി ആളുകളിൽ 51 പേർ ഉഹദിൽ വെച്ച് ഷഹീദായവരാണ്. ബദരീങ്ങളാണ് അവർ. ബദറിൽ അവർ ഷഹീദായില്ല, അതിനുശേഷം ജീവിച്ചു. അടുത്ത കൊല്ലം ഉഹദുണ്ടായി. ആ ഉഹദിൽ വെച്ച് ഷഹീദായി 70-ൽ 51 പേര് ബദറിൽ പങ്കെടുത്ത ബദരീങ്ങളായി. അവര് പലരും പിന്നീട് പല രൂപത്തിലാണ് വഫാത്തായത്. ബദരീങ്ങളുടെ നേതാക്കന്മാരിൽ പ്രധാനികളൊക്കെ വഫാത്തായത് വ്യത്യസ്തമായ പരീക്ഷണങ്ങളാണ്. ബദരീങ്ങളുടെ മൂന്നാമത്തെ നേതാവ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. നിസ്കരിക്കാൻ ഇമാം നിൽക്കുമ്പോഴാണ് കയറി വന്ന് കൊലപ്പെടുത്തുന്നത്. ഇമാം നിൽക്കുമ്പോൾ നിസ്കാരം തുടങ്ങാൻ കാത്തിക്ക, എതിരാളി അപ്പുറത്ത് കിബിലയുടെ ഭാഗത്ത് ഒരു വലിയ പാറക്കല്ലുണ്ട്. ആ പാറയുടെ മറവിൽ അവന് മാറി നിൽക്കുക. എന്തേ മാറിക്കാൻ നിമിത്തമായത്? ഉമർ ഖത്താബ് ഇവിടെ അങ്ങോട്ട് കാണുന്ന വിശ്വാസം ഉണ്ടെങ്കിൽ അവിടെ മാറിക്കുതറി. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽഭാഗമെന്നോ എന്ന വിശ്വാസം ഉമർ ഖത്താബിനെ പറ്റി അവർക്കുണ്ടായിരുന്നുവെങ്കിൽ അവിടെ പോയി മാറിക്കും. നിസ്കാരം ആരംഭിച്ചു. ഇമാം നിന്നു. നിസ്കാരത്തിൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ കയറി വന്നു കഠാര കൊണ്ട് കുത്തി. ഉമർ ഖത്താബിന്റെ ഇടനെഞ്ചിലാണ് കുത്തേറ്റത്. ഉമർ ഖത്താബ് വീണവിടെ. ആളുകൾ പരിചരിക്കാൻ ശ്രമിച്ചു, വെള്ളം കൊടുത്തു, ജ്യൂസ് കൊടുത്തു, മുന്തിരിയുടെ ചാറ് കൊടുത്തു. പക്ഷെ അതെല്ലാം ഈ മുറിയുടെ പുറത്തേക്ക് വന്നതാണ്. ആ കുത്തനെ തുടർന്ന് ഉമർ ഖത്താബ് പിന്നീട് വഫാത്തായി, ഷഹീദായി. ബദരീകളിൽ മൂന്നാമത്തെ ആളാണ്. നാലാമത്തെ ആൾ ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ബദറിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും ബദരീങ്ങളെ ഗണത്തിൽ എണ്ണപ്പെടുന്ന, ബദറിൽ പങ്കെടുത്ത അതേ സ്ഥാനമുണ്ട് എന്ന് നബി ഞങ്ങൾ പഠിപ്പിച്ചു. നബി പ്രത്യേകമായി ദൗത്യമേൽപ്പിച്ച് അദ്ദേഹത്തെ മാറ്റി നിർത്തിയത് കൊണ്ടാണ് ബദറിൽ പങ്കെടുക്കാൻ പറ്റാതെ പോയത്. അദ്ദേഹത്തെ വീട്ടുതടങ്കലിയാക്കി, വീട് വളഞ്ഞ്, വാതിൽ ചവിട്ടി തകർത്ത് അകത്തു കയറി അദ്ദേഹത്തിന്റെ തലക്ക് ഈത്തപ്പന മട്ടൽ കൊണ്ട് അടിച്ചിട്ട് തല പൊട്ടി തന്റെ മുസ്ഹഫിലേക്ക് തലയും വെച്ചുകൊണ്ടാണ് ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കും. ഫസയക്ഫീകഹുമുല്ലാഹു വഹുവസ് സമീഉൽ അലീം എന്ന സൂറത്ത് ബഖറയിലെ വചനം ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഉസ്മാൻ അഫ്ഫാൻ അടിയേൽക്കുന്നത്. ഈത്തപ്പന മട്ടൽ കൊണ്ട് തലക്കടിച്ചു, തല പൊട്ടിപ്പിളർന്നു. ആ മുസ്ഹഫിലേക്ക് തലയും വെച്ച് മുസ്ഹഫ് ഒന്നാകെ രക്തത്തിൽ കുളിച്ചുകൊണ്ട് ഉസ്മാൻ അഫ്ഫാൻ വീണു. അദ്ദേഹത്തിന്റെ വയറ്റത്ത് വാള് കുത്തിയിറക്കി. ആ വാളിൽ ചാടി നിന്നുകൊണ്ട് എതിരാളി പ്രഖ്യാപിച്ച വാക്കുണ്ട്, മാ റഅയ്തു അഹ്സന മൽജഇൻ ലിൽ കാഫിർ. ഒരു കാഫിറായ മനുഷ്യൻ ഇത്രയും നല്ല സ്ഥലത്ത് മരിച്ചു കിടക്കുന്നത് ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല എന്ന് പ്രഖ്യാപിച്ച അന്നത്തെ ഷിയ നേതാക്കന്മാർ. അതാണ് ആ കൊലപാതകത്തിൽ പിന്നിലുണ്ടായത്. ബദരീങ്ങളുടെ നാലാമത്തെ നേതാവാണ് ഉസ്മാൻ അഫ്ഫാൻ. അലി ഇബ്നു അബീ ത്വാലിബ് അഞ്ചാമത്തെ നേതാവാണ്. സുബഹിക്ക് പള്ളിക്ക് പോകുമ്പോഴാണ് വഴിയിൽ മാറി നിന്നിട്ടുകൊണ്ട് കടാര കൊണ്ട് കുത്തിയത്. അലി ഇബ്നു അബീ ത്വാലിബ് പള്ളിക്ക് നേരത്തെ ഇറങ്ങും. പോകുന്ന വഴിയിൽ എല്ലാ വീട്ടുകാരെയും വിളിച്ചുകൊണ്ടാണ് അദ്ദേഹം പള്ളിക്ക് പോകാൻ സുബഹിക്ക്. ആ പോകുന്ന വഴിയിൽ മാറി നിന്ന എതിരാളി കടാര കൊണ്ട് കുത്തുകയും ആ കുത്തിൽ മുറിവേറ്റ് വീഴുകയും അതിനെ തുടർന്ന് 17 ദിവസം രോഗിയായി കിടക്കുകയും അവസാനം ഷഹീദാവുകയും ചെയ്തു അലി ഇബ്നു അബീ ത്വാലിബ്. അഞ്ചാമത്തെ നേതാവ് അബൂ ഉബൈദ ഫ്ലാഗ് പിടിച്ചു മരിച്ചവരാണ്. ആറാമത്തെ നേതാവ് അംർ ഇബ്നു ആസ് ഫ്ലാഗ് ബാധിച്ചു മരിച്ചവരാണ്. പലരും അങ്ങനെ. മിഖ്ദാദ് ബിൻ ഔസ് എന്ന് പറയുന്ന ബദറിൽ പങ്കെടുത്ത ഒരു മഹാൻ ബദരീകളിൽപ്പെട്ട ആൾ. ഇത് വലിയ വയറുള്ള കുടവയറുള്ള ആളായിരുന്നു. വലിയ പ്രയാസമായിരുന്നു വയറുകൊണ്ട്. എന്നിട്ടൊരു അടിമ പറഞ്ഞു, എനിക്ക് നിങ്ങളെ വയറ്റിൽ കൊഴുപ്പാണ്, അത് ഒഴിവാക്കാനുള്ള ചികിത്സ എനിക്കറിയാം, അതുകൊണ്ട് ഞങ്ങളെ വയറ് കീറി ആ കൊഴുപ്പ് ഞാൻ ഒഴിവാക്കി തരാമെന്ന് പറയുമ്പോൾ അദ്ദേഹം അത് വിധേയമായി കടന്നുകൊടുത്തു. വയറ് കീറി. അതേ തുടർന്ന് അദ്ദേഹം മരണപ്പെട്ടു. അതിൽ പങ്കെടുത്ത 151 ആളുകൾ വ്യത്യസ്തമായ ഇത്തരം പരീക്ഷണങ്ങളിലൂടെയാണ് പിന്നീട് വഫാത്താകുന്നത്. എന്നിട്ടാണ് ഇവിടെ എന്തിനും ഏതിനും അവരെ വിളിച്ചാൽ മതി, അവരെ ഓടിയെത്തും സഹായിക്കുമെന്ന ഷിയ ആശയം ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടത്. ഇസ്ലാമിക ആശയമല്ല.
അതുകൊണ്ട് ആ പേരും പറഞ്ഞ് ബദരീങ്ങളുടെ സ്നേഹം, ബദരീങ്ങളുടെ മഹത്വം എന്ന് പറഞ്ഞ് അവരെ പേരും പറഞ്ഞ് ഇവിടെ പല കച്ചവടങ്ങളും മതത്തിന് പിന്നിൽ നടക്കുന്നുണ്ട്. സാമ്പത്തിക ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്, ആത്മീയ ചൂഷണം നടക്കുന്നുണ്ട്, വിശ്വാസം തകർക്കുന്ന ഷിയ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്, തസവുഫിന്റെ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ തിരിച്ചറിഞ്ഞ് ഇതിന്റെ ശരിയായ കാതൽ മനസ്സിലാക്കി അത് ഉൾക്കൊള്ളാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ബദറും ഉഹുദും ഖന്തഖും ഹുനൈനും എല്ലാം ഉണ്ടായത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയാണ്. റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ, അവരോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അവന്റെ പേര് മാത്രമേ നേർച്ച നേരാവൂ എന്ന് പഠിപ്പിക്കാനാണ് ഇതെല്ലാം ഉണ്ടായതെങ്കിൽ ആ ബദരീങ്ങളെ പേരിലും അത്തരം ശുഹദാക്കളുടെ പേരിലും നേർച്ച നേരുന്ന വൈരുദ്ധ്യമാണ് ഇന്ന് സമൂഹത്തിൽ നടക്കുന്നത്. അത് ശരിയല്ല സഹോദരങ്ങളെ. നമ്മുടെ എല്ലാ അമലും ബാത്തിലാകാൻ ഇത് മാത്രം മതിയാവും. അതെല്ലാം തിരിച്ചറിഞ്ഞ് തൗഹീദ് ഉൾക്കൊണ്ട് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. പക്ഷപാതിത്വം ആവശ്യമില്ല. നിഷ്പക്ഷമായി വിശുദ്ധ ഖുർആനും പ്രവാചകവചനവും പഠിപ്പിക്കുന്ന വിശ്വാസം എന്താണ്, അഖീദ എന്താണ്, തൗഹീദ് എന്താണ് എന്ന് പഠിക്കാൻ തയ്യാറായി അത് പ്രകാരം ജീവിതത്തിൽ ക്രമീകരിക്കാൻ നാം പരിശ്രമിക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. صلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله.